ഹേയ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ളതാണ്. എല്ലായിടത്തും ഡിഫറെൻറ്റ് രീതിയിലാണ് മീനച്ചാർ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് അച്ഛന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കുറേ നാൾ കേടാവാതിരിക്കണം. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തേക്കുന്നത് 3 കിലോ ചൂരമീനാണ്. ചൂരയാണോ കേരയാണ് 3 കിലോ കേരയാണ് എടുത്തേക്കുന്നത്. അത് അവിടുന്ന് തന്നെ നമ്മൾ ഈ പിക്കിളിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പം കുറേ നാൾ കേടാവാതെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിക്കായി കട്ടിയായി പോത്തുമില്ല. അതുകൊണ്ട് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം പച്ചമുളകും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അമ്മ പറഞ്ഞു പച്ചമുളക് യൂസ് ചെയ്യേണ്ട, എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പച്ചമുളക് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷാണ്. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി ഇത്രയും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തേക്കുന്നതാണ്. അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, മൂത്ത് വരണം, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോവും. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തു. ഇതിപ്പോൾ സുട്ടുമ്മയാണ്. സുട്ടുമ്മയ്ക്ക് ഇപ്പം 6 months ആയി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തോ കഴിക്കുന്ന സമയത്തോ ഒക്കെ എല്ലാം വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകും. എല്ലാം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ അത്ഭുതത്തോടല്ല നോക്കുന്നത്. പിന്നെ അത് എല്ലാം ചെയ്തതിന് ശേഷം അതെല്ലാം വറുത്ത് മാറ്റി വെച്ചു. ഫിഷും വറുത്ത് മാറ്റി വെച്ചു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം വറുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ മുളക് പൊടി ഇട്ടു. അത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് വിനീഗർ കൂടെ ഒഴിക്കും. അത്രേ ഉള്ളൂ നമ്മളുടെ മീനച്ചാറിൻ്റെ റെസിപ്പി. വളരെ ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആട്ടോ. നമ്മൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കൊടുത്തു വിടുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ഇങ്ങനെ ഡ്രൈ ടൈപ്പായിട്ടാണ് കൊടുത്തു വിടാറ്. അച്ഛനും ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് വെക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് and share, like, subscribe.